ഇവിടെ തകർക്കട അവന് അവിടെ തകർത്തിട്ടിട്ട് ഇവിടെ തകർത്തോ യുദ്ധമേ മറ്റേവന് ഇവിടെ തകർത്തിക്കോ മറ്റേതങ്ങോട്ട് തകർക്കാൻ പറഞ്ഞ ചാനലല്ലേ. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണേലും തകർത്തോ, ഒരു കുഴപ്പമില്ല. യുദ്ധത്തിൽ നിങ്ങൾ ജയിച്ചവരാണ്. പാകിസ്ഥാനെ നിങ്ങൾ തോപ്പിച്ച് ശരിയാ എത്ര അല്ലല്ല അത് നിക്ക് എത്ര ഇതായി ഇത് പറയാൻ ഇത് പാടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളതൊന്നും ചോദിക്കരുത്. നിങ്ങൾ എത്ര പോർട്ടുകൾ തകർത്തു? എത്ര പോർട്ടുകൾ പാകിസ്ഥാൻ്റെ നിങ്ങൾ തകർത്തു? ഇന്ത്യ ഗവൺമെൻറ് നയമായിരുന്നോ? അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള ചോദ്യമൊന്നും ചോദിക്കരുത്. കാരണം തിരിച്ചു വരും, ചോദ്യം തിരിച്ചു വരും. നിങ്ങൾ മാധ്യമങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. 3-ാം സ്ഥാനം അവർ 3-ാം സ്ഥാനത്ത് പോയി. 94 അവർക്ക്. അപ്പോൾ 94 താഴോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പം 3-ാം സ്ഥാനം 80. ഇനി 80 താഴോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതാ പറയുന്നത് ഇതുണ്ടല്ലോ, ഇത് ചോദിച്ചു പോകും. ഈ ബൈറ്റിൻ്റെ സമയത്ത് ഇത് ചോദിക്കരുത്. കാരണം വർഷങ്ങളായി ഞാൻ അധികം മാധ്യമങ്ങളൊന്നും തന്നെ അറിയാലെങ്കിലും ഈ പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി. മറുപടി കിട്ടിയില്ല. അതായത് അനൂപ് ആന്റണി അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ജാമ്യാപേക്ഷ സർക്കാർ എതിർക്കില്ല, പക്ഷെ സർക്കാർ അത് എതിർത്താണെന്നുള്ള കോടതി സംസാരിച്ചത്. അനൂപ് ആന്റണിയുടെ സന്ദർശനം യാതൊരു ഗുണവും ഉണ്ടായില്ല എന്നതിന്റെ അർത്ഥം അല്ലല്ല. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അത് വ്യക്തമായിരിക്കണം. സർക്കാരല്ലത്, പ്രോസിക്യൂഷനാണ്. അപ്പോൾ അവർ ഉന്നയിക്കുന്ന കാര്യം ഇത് ഈ കോടതിക്ക് പരിഗണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ല എങ്കിൽ ആ കോടതിയുടെ വിധിയെ ആരെങ്കിലും ചോദ്യം ചെയ്ത് മുകളിൽ പോയിട്ട് നേരെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ ആൻസറബിളാണ്. അതുകൊണ്ടാണ് അതൊരു നിയമപരമായിട്ടുള്ള സാങ്കേതികത്വമാണ്. അതായത് അനൂപ് ആന്റണിയെ പ്രോസിക്യൂഷൻ വിചാരണ ചെയ്തിട്ടൊന്നുമില്ല. അനൂപ് ആന്റണി തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് വേറെ ആരെങ്കിലും നടത്തുന്നുണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ, വേറെ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് നടത്തുന്നുണ്ടോ? BJP അല്ലാതെ ആരെങ്കിലും? BJP അല്ല പിടിച്ച് പുറത്തിട്ടത്, അകത്തിട്ടത്. അവിടെ കുട്ടികളെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ ഒരു TT ആണ് പോലീസുകാരോട് പറഞ്ഞു ഇവരെ ഒന്ന് ശ്രദ്ധിക്കാൻ. ഇവിടെയാണെങ്കിൽ നിങ്ങളങ്ങനെ എപ്പോഴും ഇതാ 3 പെൺകുട്ടികൾ ആരുമില്ലാതെ വരുന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുക്കില്ല. അവർ വിളിച്ചു, അവരുടെ മാതാപിതാക്കളെ വിളിച്ചു, ഒരു കുഴപ്പവുമില്ല, കന്യാസ്ത്രീകളുടെ കൂടെ ഞങ്ങൾ വിട്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ TTക്ക് അത് കേൾക്കണ്ടേ? നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നോ? റിപ്പോർട്ടർ ടിവിയുടെ ആദ്യം റിപ്പോർട്ടർ TV ഒഫീഷ്യലായിട്ട് ഞാൻ വരുത്തി. എങ്ങനെ ഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ വരും. സൗണ്ട് ബൈറ്റ്, ആ കുട്ടികളുടെ ബൈറ്റ്, സൗണ്ട് ബൈറ്റ് എപ്പോഴാണ് കിട്ടിയത്? ആ കുട്ടികൾ തന്നെ പറയുന്നു എപ്പോഴും ആദ്യം പറയുന്ന റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ ഇപ്പൊ പറയും എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ പറ, എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാലോ. കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ 5 വർഷമായി ക്രിസ്ത്യാനികളാണ്. അതല്ലല്ലോ നിങ്ങൾ ചോദിച്ചത്. ഏതാ ആരെ പിടിച്ചതെന്നല്ലേ ചോദിച്ചത്? BJP സർക്കാർ. പിന്നെ ആരാ പിടിച്ചത്? ഇത് അവിടുത്തെ ഉദ്യോഗസ്ഥരല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞോ. ഇവിടെ ഒരു പോലീസ് മർദ്ദനം ഉണ്ടാകുമ്പോൾ ആഭ്യന്തരമന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് പിന്നെ എന്തിനാ? അത് കൊടുത്തോ മന്ത്രി? അല്ലെന്നേ കൊടുത്തോളാനേ. റിപ്പോർട്ടർ കൊടുത്തോ? എത്ര തകർത്തവരാണ് നിങ്ങൾ കൊടുത്തോ? മന്ത്രി പറയുന്ന വാദം ശരിയാണെങ്കിൽ TT ആണെങ്കിൽ അല്ല, റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് ആദ്യം കൊടുക്കുന്നത് പല പോർട്ടുകളും തകർത്തതാണ്. എന്നെ തകർത്തു. പറഞ്ഞു